ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഗ്രാമശ്രീ കോഴികൾ അടയിരിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. എനിക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയുള്ള വലിയ എന്താ പറയുക ഇതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. പക്ഷേ എനിക്കൊരു നമ്മളെ യൂട്യൂബ് ചാനലിൽ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം, കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാമശ്രീ കോഴികൾ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഒരു എന്താ പറയുക മുട്ടക്കോഴിയാണ്. നമ്മൾ ഇപ്പോൾ അധികം ആൾക്കാരും BV380 ആണ് മുട്ടക്കോഴിയായിട്ട് എടുക്കുന്നത്. പക്ഷേ ഗ്രാമശ്രീ കോഴി എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു വീട്ടാവശ്യത്തിന് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഇനം മുട്ടക്കോഴിയാണ് നമ്മളെ ഗ്രാമശ്രീ കോഴികൾ. ഓക്കെ, അപ്പോൾ അവർ അടയിരിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗ്രാമശ്രീ കോഴിനെ പറ്റിയിട്ടൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ ഗ്രാമശ്രീ കോഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മുട്ട ഉൽപ്പാദനത്തിന് നമുക്ക് ഈ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ അടുക്കള വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്രാമശ്രീ കോഴിയെ വളർത്താൻ പറ്റും. ഇപ്പം നമുക്ക് എന്താ പറയുക, വീട്ടിൽ കുറച്ച് മുട്ട വേണം. അപ്പോൾ മുട്ടയുടെ ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന്, അതായത് നമ്മളിപ്പം വീട്ടിൽ ഒരു 4 അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, 4-5 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഈ കഴിച്ചതിൻ്റെ ബാക്കി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കൊടുത്തിട്ട് വളർത്താൻ പറ്റിയതാണ് നമുക്ക് ഈ ഗ്രാമശ്രീ കോഴികൾ. അതായത് ഫുഡ് വേസ്റ്റ് ബാലൻസ് വെറുതെ നമ്മൾ പുറത്തു പോയി കളയണ്ടല്ലോ, അത് ഈ കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുട്ട കിട്ടും. അത് വെറുതെ കൊടുത്താൽ പോരാ, നമ്മളെ ചോറ് എന്താ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരളവ് ഒരു പകുതിയോളം അളവിൽ നമ്മൾ മുട്ടത്തീറ്റയും കൂടി മിക്സായി കൊടുക്കണം. എന്നാൽ കാരണം നമ്മൾ കൂട്ടിലിട്ടാണല്ലോ അധികം വാർത്ത, ഇളക്കി വിട്ട് വളർത്തുന്നതെന്നല്ല. ഇന്നത്തെ സിറ്റുവേഷനിൽ അധികം നമ്മൾ കൂട്ടിലിട്ടിട്ടാണല്ലോ വാർത്ത. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലെ കുറച്ച് മുട്ടത്തീറ്റയും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ മുട്ട കിട്ടും. അപ്പോൾ ഇങ്ങനെ മുട്ട കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് അടവെക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പറ്റൂല. അതായത് ഗ്രാമശ്രീ എന്ന് പറയുന്നത് നല്ലൊരു മുട്ടക്കോഴിയാണ്. ഇവർ അടയിരിക്കൂല. ഗ്രാമശ്രീൻ്റെ ഒരു കോഴികൾ പോലും അടയിരിക്കൂല. അപ്പോൾ ചില ആൾക്ക് ഒരു ഇത് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങുന്നതെന്ന്. അതായത് ഇവരെ മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവരെ എന്താ പറയണ്ടേ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ വെറും മുട്ടയെടുത്ത് നമുക്ക് വെക്കാനും പറ്റൂല. അതിനോരോ കണക്കുണ്ട്. അതായത് ഒരു 10 കോഴിയുള്ളൊരു കൂട്ടിൽ അതിൻ്റെ അകത്തൊരു 8 പടയും 2 പൂവെന്നുള്ളൊരു ഏവറേജ് കണക്കുണ്ടാവും. ആ കണക്കുള്ള കൂട്ടിൽ മുട്ട എടുക്കണം. കാരണം ആ മുട്ടൊക്കെ നമ്മൾ കൊത്തുമുട്ടാന്ന് പറയുക. അതായത് ആ പൂവും കോഴിയുള്ളതും കൂട്ടുന്നുള്ള മുട്ട എടുത്താൽ മാത്രമേ നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റും. എല്ലാതുള്ള മുട്ട വിരിയൂല. ഓക്കെ, പക്ഷേ ഇവർ സ്വന്തമായിട്ട് ഒരിക്കലും അടയിരുന്നിട്ട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കൂല. അതാണ് നമ്മളെ ഗ്രാമശ്രീ. അപ്പോൾ ഇവരെ മുട്ട വിരിയിപ്പിക്കണമെങ്കിൽ ഒന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നാടൻ കോഴിയുണ്ട്. നാടൻ കോഴിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മുട്ടയൊക്കെ നാടൻ കോഴിക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ വേണ്ടിക്ക് വിരിയിപ്പിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് വേണം നമ്മളിത് വെച്ച് വിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്രാമശ്രീ കോഴിയുടെ മുട്ട വിരിപ്പിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രാമശ്രീ കോഴികളുടെ ഏകദേശം ഒരു മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഏകദേശം ഒരു 200, 150, 200, 210 ആ റേഞ്ചുള്ള മുട്ട ഉൽപ്പാദനം ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ തീറ്റക്രമം കുറച്ചും കൂടി മുട്ടത്തീറ്റയൊക്കെ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ചില ആൾക്കാർ, ചില കസ്റ്റമറൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ പറയാനുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ മുട്ട കിട്ടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ 230 പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന തീറ്റ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗ്രാമശ്രീ കോഴികൾ അടയിരിക്കൂല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ. ഇത് ഏകദേശം ഒരു 90% ആൾക്കാർക്ക് ഈ സത്യാവസ്ഥ അറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് വലിയൊരു സംഭവം ടോപ്പിക്ക് എല്ലാം എനിക്കും അറിയാം. പക്ഷെ എന്നാലും നമുക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവരും കണ്ടോട്ടെ, നമുക്കൊരു ടോപ്പിക്ക് ആവുമല്ലോ, അങ്ങനെ ചെയ്തതാണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഇനം മുട്ടക്കോഴികളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ ഓൾ കേരള ലെവലിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രിവാൻഡ്രം, കാസർഗോഡ്, ട്രിവാൻഡ്രം ഈ ഒരു റൂട്ടിൽ നമ്മൾ NH ഹൈവേയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം നമ്മൾക്ക് ഉണ്ടാവാറുള്ളത് ഇതുപോലെ അധികം ഗ്രാമശ്രീ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളെ BV380 ഉണ്ടാവാറുണ്ട്, കൈരളി, സൊണാലി, ഈ പറഞ്ഞ ബ്രീഡൊക്കെ നമ്മൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ചില സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ഈ പറഞ്ഞ ചിലപ്പം BV380 സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുത്ത ബാച്ച് ചിലപ്പോൾ ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പിലൊക്കെ ചിലപ്പം വരുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോക്കിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ ബ്രീഡാണ് അധികം നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഈ പറഞ്ഞല്ലോ ഓൾ കേരള NH ഹൈവേ ഡെലിവറി ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കോഴീനെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ,
ഇപ്പം പ്രൈസ് ഞാൻ അവിടെ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ കോഴികളുടെ റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു കോഴിക്ക് ഒരു 150 രൂപ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ 150 പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുമ്പോൾ അതിൻ്റെ ഇത് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും, റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യുവകർഷകൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് മീൻസ് വാട്സപ്പ് ചാനൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴികളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ആ വാട്സപ്പ് ചാനലിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യുക. ഇതുപോലെ എന്താ പറയണ്ടേ, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വാട്സപ്പ് ചാനലിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഡെലിവറി ചെയ്യുമ്പോൾ വെച്ചാൽ ഈ ഡെലിവറി ചാർജായിട്ട് ഒരു 350 to 400 രൂപ ഡെലിവറി ചാർജ് എടുക്കാറുണ്ട് കേട്ടോ. ചില വണ്ടിക്കാർ 350, ചില വണ്ടിക്കാർ 400 ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഡെലിവറി ചാർജ് ആ ഒരു റേറ്റാണ്. നമുക്കൊരു ബോക്സിൽ ഇപ്പം ഗ്രാമശ്രീയൊക്കെ ഇപ്പോൾ ഇത് ഏകദേശം 3 മാസം ആവാറായതാണ്. നമുക്കൊരു ബോക്സിൽ മാക്സിമം അയക്കാൻ പറ്റിയൊരു 10 മാത്രമാണ്. അപ്പോൾ അത് ഓരോ സൈസിലായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഗ്രാമശ്രീക്കാകുമ്പോൾ നമുക്കൊരു ബോക്സിൽ 10 വെച്ചിടാം. സൊണാലിയൊക്കെയാണെങ്കിൽ ഒരു 10 വെച്ചിട്ട് ഒരു ബോക്സ് പോകും. പക്ഷേ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ 10 എടുത്താലും 20 എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിനാണ് അവർ കണക്കാക്കുന്നത്. അതായത് ഈ പറഞ്ഞ 350 ഇപ്പം 10 എടുത്താലും 15 എടുത്താലും 20 എടുത്താലും ആ ഒരു ബോക്സിൻ്റെ അകത്ത് എത്രയാണോ ഇടുന്നത് അതന്നെ കണക്ക്. അതിന് ആ ഒരു 350 രൂപ വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ എന്തെങ്കിലും വിട്ടുപോകുമോ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തിരുത്തുകയും ചെയ്യാം, നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.